പ്രഭാത വാർത്തയിലേക്ക് വിശദമായി കടക്കുകയാണ്. 24 പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം ഇന്ന്. പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം. മാധ്യമ ചരിത്രത്തിലെ അപൂർവ സംഗമത്തിന് കൊച്ചി കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം ഒരുങ്ങിക്കഴിഞ്ഞു. ഉച്ചയ്ക്ക് 2 മണിക്ക് സമ്മേളനം ആരംഭിക്കും. മാധ്യമ ചരിത്രത്തിൽ എഴുതി ചേർക്കാൻ ഇതാ ഒരു പുതിയ അധ്യായം കൂടി. വാർത്താമുറിയിലെ അവതാരകരും സ്വീകരണ മുറിയിലെ പ്രേക്ഷകരും നേർക്കുനേരെത്തുന്ന അപൂർവ നിമിഷം. രാവിലെ 11 മണി മുതൽ പ്രേക്ഷക സമ്മേളനത്തിനുള്ള സ്പോട്ട് രജിസ്ട്രേഷൻ തുടങ്ങും. 5000-ലധികം പേർ ഓൺലൈനായി ഇതിനോടകം രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരും 24 അവതാരകരും പ്രേക്ഷകരുമായി നേരിട്ട് സംവദിക്കും. ചുരുങ്ങിയ കാലം കൊണ്ട് മുൻനിരയിലേക്കെത്താൻ 24-നൊപ്പം നിന്ന പ്രേക്ഷകർക്ക് പുതിയ ആശയങ്ങളും അഭിപ്രായങ്ങളും പങ്കുവയ്ക്കാം. MG ശ്രീകുമാർ, ശരത്, ജോബ് കുര്യൻ എന്നിവർ അണിനിരക്കുന്ന സംഗീത വിരുന്ന് സമ്മേളനത്തിന് മാറ്റുകൂട്ടും. ഫ്ലവേഴ്സിലെ ജനപ്രിയ പരിപാടികളായ ഉപ്പുമുളകും, ചക്കപ്പഴം, കോമഡി ഉത്സവം താരങ്ങളും ഒപ്പം ചേരും. 24 അവതാരകരുടെ വിവിധ കലാപ്രകടനങ്ങളും ഉണ്ടാകും. പരിപാടിക്കെത്തുന്ന പ്രേക്ഷകരെ കാത്ത് സർപ്രൈസ് സമ്മാനങ്ങളുമുണ്ട്. ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 6 വരെയാണ് സമ്മേളനം. നേരിട്ടെത്താൻ കഴിയാത്തവർക്കായി പരിപാടിയുടെ ആദ്യ അവസാനം 24 തത്സമയം സംപ്രേഷണം ചെയ്യും. 24 കൊച്ചി. അപ്പോൾ നമ്മൾ തയ്യാറായി കഴിഞ്ഞു. ഇനി പ്രേക്ഷകരായ നിങ്ങൾ കടന്നു വരിക. കൊച്ചി കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വിനീത VG ചേരുന്നുണ്ട്. വിനീത, ഗുഡ് മോർണിംഗ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് എന്നറിയാം. ഇനി പ്രേക്ഷകർ എത്തുക എന്നൊരു താമസം മാത്രമേ ഉള്ളൂ. ഉച്ചയ്ക്ക് 2 മണിക്കാണ് സമ്മേളനം ആരംഭിക്കുക. അപ്പോൾ എപ്പോൾ മുതൽ പ്രേക്ഷകരെ ഈ സമ്മേളന വേദിയിലേക്ക് പ്രവേശിപ്പിച്ചു തുടങ്ങും വിനീത? വെരി ഗുഡ് മോർണിംഗ് പ്രജൻ സൂചിപ്പിച്ചതുപോലെ ഞാനിപ്പോൾ ഈ വേദിയിലാണ് നിൽക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഏതാണ്ട് ഇവിടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. ഇനി പ്രജൻ ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് രാവിലെ 11 മണി മുതൽ ഇവിടെ ഈ സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടാകും. അതിനുശേഷം ആളുകളെ അകത്തേക്ക് നമുക്ക് പ്രവേശിപ്പിച്ചു തുടങ്ങാനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ ആരംഭിക്കും. 2 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് നമ്മളുടെ പരിപാടി സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ രജിസ്ട്രേഷൻ ഇതിനോടകം തന്നെ ഏതാണ്ട് 5000-ലധികം പേർ നടത്തി കഴിഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ ചരിത്രത്തിൽ ആദ്യമായി തന്നെയാണ് ഇങ്ങനെ ഒരു അവതാരകരും അതോടൊപ്പം തന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പ്രേക്ഷകരും ഒക്കെ ഒന്നിക്കുന്ന ഒരു അപൂർവ മുഹൂർത്തം. എനിക്ക് തോന്നുന്നു ഏതാണ്ട് മണിക്കൂറുകൾ മാത്രമാണ് ഇനി ആ ഒരു കാത്തിരിപ്പുള്ളതെന്ന് പറയാം. നമുക്ക് ഈ ഒരുക്കങ്ങളൊക്കെ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഈ പരിപാടിക്കൊപ്പം തന്നെ കലാകാരന്മാർ 24-ന്റെ അവതാരകരും ഒക്കെ ഉണ്ടാകും. ഒപ്പം കലാകാരന്മാർ, നമ്മുടെ ഫ്ലവേഴ്സ് കുടുംബത്തിൽ നിന്നുള്ള കലാകാരന്മാർ, ഇവരൊക്കെ ഒന്നിക്കുന്ന കലാവിരുന്ന് കൂടി വരുമ്പോൾ ഈ പ്രോഗ്രാമിന്റെ പരിപാടിയുടെ മാറ്റ് കൂടുമെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. രാവിലെ മുതൽ ഇനി മറ്റ് ഒരുക്കങ്ങൾ, മറ്റ് ക്രമീകരണങ്ങളൊക്കെ ഇവിടെ ഏർപ്പെടുത്തും. ഇൻഡോർ സ്റ്റേഡിയത്തിലാണ്. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം നഗരത്തിലെ ഏത് മേഖലയിൽ എത്തിയാലും വളരെ എളുപ്പത്തിൽ ഈ സ്പോട്ടിലേക്ക് എത്തിച്ചേരാൻ കഴിയും. സമീപം മെട്രോ ഉണ്ട്, ഒപ്പം തന്നെ സൗത്ത് റെയിൽവേ സ്റ്റേഷനുണ്ട്. അവിടെ നിന്നൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ പ്രദേശത്ത് ഈ പരിപാടി നടക്കുന്ന ഈ വേദിയിലേക്ക് എത്തിച്ചേരാൻ കഴിയും. എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായിരിക്കുന്നു. ഏതാണ്ട് 5000-ലധികം പേർ ഇതിനോടകം രജിസ്ട്രേഷൻ ചെയ്തു കഴിഞ്ഞു. നമ്മൾ വിവിധ ഇടങ്ങളിൽ നിന്നായി ഒരു 10,000-ലധികം ആളുകൾ അല്ലെങ്കിൽ 10,000-ഓളം ആളുകൾ എത്തിച്ചേരുമെന്നൊക്കെ ഒരു വലിയ പ്രതീക്ഷയൊക്കെ ഉണ്ട്. ഒപ്പം തന്നെ നമുക്ക് ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഇപ്പോൾ നിരവധി ആളുകൾ അവർക്ക് മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ആയി ഈ പരിപാടിയിൽ എത്തിച്ചേരാൻ കഴിയില്ലെന്നൊക്കെ ഇതിനോടകം തന്നെ അവർ ഇങ്ങനെ നമ്മളുമായി സംസാരിക്കുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരോട് പറയേണ്ടത് അവർക്ക് വിഷമമേ വേണ്ട എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ പരിപാടിയുടെ ആദ്യ അവസാനം മുതൽ തന്നെ നമ്മൾ എല്ലാം വളരെ കൃത്യമായി തത്സമയം അവർക്ക് കാണുന്നതിനുള്ളൊരു സജ്ജീകരണവും ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തിയായിരിക്കുന്നു. ഇനി ഒരു പല ജില്ലകളിൽ നിന്നും നമ്മുടെ പ്രിയ പ്രേക്ഷകർ അവർ ബസ്സുകളൊക്കെ തയ്യാറാക്കി, ബസ്സുകളിലാണ് കുടുംബസമേതമൊക്കെ സുഹൃത്തുക്കളൊക്കെ ചേർന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. വലിയ ആഘോഷമാക്കി മാറ്റാൻ പ്രേക്ഷകർ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. ഇപ്പോൾ ഈ വിനീത നിൽക്കുന്ന വേദിക്കകത്ത് നമുക്ക് ഒരുപാട് കസേരകൾ കാണാം. അതല്ലാതെ അത് ഇൻഡോർ സ്റ്റേഡിയമാണ്, അവിടെ ഗാലറി ഉണ്ട്. അവിടേക്ക് കൂടി പ്രേക്ഷകരെ ഇരുത്താൻ പറ്റുന്ന രീതിയിലാണോ കാര്യങ്ങൾ? തീർച്ചയായും പ്രജൻ, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നമ്മുടെ ക്യാമറാമാൻ സച്ചിൻ ആ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെയുള്ള
കസേരകൾ നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇത് കൂടാണ്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന പോലുള്ള ഗ്യാലറികളുണ്ട്. ഈ പറയുന്നത് പോലെ ഒരുപാട് ആളുകൾ എത്തിച്ചേരുമെന്നൊരു പ്രതീക്ഷ തന്നെയാണുള്ളത്. കാരണം നമ്മളുടെ കണക്കനുസരിച്ച് ഇതിനോടകം തന്നെ 5000-ലധികം പേർ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയും ഒരുപാട് ആളുകൾ എത്തിച്ചേരുവാണെങ്കിൽ അവർക്കൊക്കെ ഇരിക്കുന്നതിനും മറ്റുമുള്ള സജ്ജീകരണങ്ങൾ നമുക്ക് പ്രജൻ സൂചിപ്പിച്ചതുപോലെ ആ ഗ്യാലറിയുടെ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ എത്തുന്ന ആളുകൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള, അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ബസ്സിലൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ അവർക്കുള്ള പാർക്കിംഗ് സൗകര്യം നമ്മൾ സമീപമുള്ള KVയുടെ ഒരു സ്കൂളുണ്ട്, അവിടെയാണ് ഒരുക്കിയിരിക്കുന്നത്. അതും മറ്റും നിർദ്ദേശങ്ങളും നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ 24ന്റെ അംഗങ്ങൾ ഇവിടെ ഉണ്ടാകും. എന്നിങ്ങനെയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം പൂർത്തിയായിരിക്കുകയാണ്. 2 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പരിപാടിയുള്ളത്. നമ്മുടെ സ്പോട്ട് രജിസ്ട്രേഷൻ 11 മണിയോടുകൂടി തന്നെ ആരംഭിക്കും. നമുക്ക് കാണാൻ കഴിയുന്നത് വേദിയാണ്. ഈ സ്റ്റേജിലാണ് നമ്മളുടെ കലാപരിപാടികൾ, കലാപ്രകടനങ്ങളൊക്കെ ഉണ്ടാവുക. നിരവധി താരങ്ങൾ, നമ്മുടെ ഫ്ലവേഴ്സ് കുടുംബത്തിൽ നിന്നൊക്കെയുള്ള നിരവധി താരങ്ങൾ കൂടി ഈ പരിപാടിയുടെ ഭാഗമാകുന്നതോടെ ആ പരിപാടിയുടെ ഒരു മാറ്റ് തന്നെ കൂടുമെന്ന് നമുക്ക് പറയാം. ഇങ്ങനെയുള്ള വിപുലമായിട്ടുള്ള ക്രമീകരണങ്ങൾ, വലിയ ആഘോഷം, ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായി ഇങ്ങനെ ഒരു കൂടിച്ചേരൽ, ഇതിനുള്ളൊരു കാത്തിരിപ്പ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ പൂർണ്ണമാണ്. പ്രജൻ. ശരി, വിനീത വിജയാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രേക്ഷകരെ, നമ്മുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു എന്ന് വ്യക്തമായിട്ടുണ്ടല്ലോ. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് പോരുക, നമ്മുടെ പരിപാടി എന്താണെന്ന്, അതിലെ സർപ്രൈസുകൾ എന്താണെന്ന് നേരിൽ കണ്ട് തന്നെ അറിയുക. ഇനി മറ്റു വാർത്തകളിലേക്ക്. ഗവർണർക്ക് കേന്ദ്രസേനയുടെ സുരക്ഷ ഏർപ്പെടുത്തുന്നതിന് പിന്നാലെ ജാഗ്രതയോടെ നീങ്ങാൻ സർക്കാരും CPIM-ഉം. കേന്ദ്രം ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടിയത് സംശയാസ്പദമാണെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. എല്ലാ മാസവും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകുന്ന റിപ്പോർട്ടിലും ഇത്തവണ ഗവർണർ നിലപാട് കടുപ്പിച്ചേക്കും. സംസ്ഥാനത്തെ ഭരണത്തലവനായ ഗവർണർക്കാണ് ഏറ്റവും കൂടുതൽ സുരക്ഷയുള്ളത്. കേന്ദ്രസേനയുടെ സുരക്ഷ ഏർപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് CPIM-ന്റെയും സർക്കാരിന്റെയും വിലയിരുത്തൽ. തെരുവ് പ്രതിഷേധത്തിന് തൊട്ടുപിന്നാലെ കേന്ദ്രസേന എത്തിയതിനെയും സംശയത്തോടെയാണ് പാർട്ടി നോക്കിക്കാണുന്നത്. വൈകിട്ടോടെ പ്രതിഷേധത്തെക്കുറിച്ച് ചീഫ് സെക്രട്ടറിയോട് കേന്ദ്രം റിപ്പോർട്ട് തേടിയതും ചില നീക്കങ്ങളുടെ ഭാഗമാണെന്ന് സർക്കാർ കരുതുന്നു. ചീഫ് സെക്രട്ടറി നൽകുന്ന റിപ്പോർട്ടിന്മേൽ കേന്ദ്രം എന്ത് നടപടിയെടുക്കുമെന്നതും സർക്കാർ ഉറ്റുനോക്കുന്നു. സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർന്നുവെന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ള ഗവർണർ ഇത്തവണ കുറച്ചുകൂടി കടുപ്പിച്ച റിപ്പോർട്ടാണ് നൽകുകയെന്നാണ് സൂചന. ഇതെല്ലാം മുന്നിൽ കണ്ട് ഗവർണർക്കെതിരായ പ്രതിഷേധം ശക്തമാക്കാനാണ് CPIM തീരുമാനം. 24 തിരുവനന്തപുരം. ഇനി ബീഹാറിലേക്കാണ്. ബീഹാറിൽ രാഷ്ട്രീയ കരുനീക്കങ്ങൾ തുടരുകയാണ്. JDU-വിന്റെ നിർണായക നിയമസഭാ കക്ഷിയോഗം ഇന്ന് പറ്റ്നയിൽ ചേരുകയാണ്. നിതീഷ് കുമാറിനെ NDAയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ BJP ദേശീയ നേതൃത്വം പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും JDU-വിലെ ഒരു വിഭാഗത്തിന് മഹാസഖ്യം വിടാൻ ഇപ്പോഴും താല്പര്യമില്ല എന്നാണ് സൂചന. 12-ലധികം MLA-മാർ ഇന്നലെ ചേർന്ന JDU യോഗത്തിൽ പങ്കെടുത്തില്ല. ഇന്ന് 10 മണിക്ക് ചേരുന്ന യോഗത്തിൽ അവരെത്തിക്കാൻ തീവ്രമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് വിജയിച്ചില്ലെങ്കിൽ RJD മന്ത്രിമാരെ പുറത്താക്കി സർക്കാർ പിടിക്കാനും ആലോചനയുണ്ട്. RJD അംഗമായ സ്പീക്കർ അവധ് ബിഹാരി ചൗധരിക്കെതിരെ അവിശ്വാസം കൊണ്ടുവരും. അതേസമയം നിതീഷ് കുമാറിന് അത്ര എളുപ്പം BJP-യോടൊപ്പം ചേരാൻ കഴിയില്ല എന്നാണ് RJD-യുടെ നിലവിലെ വിലയിരുത്തൽ. അച്യുതൻ നൽകും ഡൽഹിയിൽ നിന്നും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ. അച്യുതൻ, ബീഹാറിലെ രാഷ്ട്രീയ കരുനീക്കങ്ങൾ അത് അവസാനിച്ചിട്ടില്ല എന്നാണോ ഈ ഘട്ടത്തിലും കരുതേണ്ടത്? ഇന്നത്തെ JDU നിയമസഭാ കക്ഷിയോഗം എത്രമാത്രം നിർണായകമാണ്? തീർച്ചയായിട്ടും പ്രജിൻ, ഇന്ന് ചേരുന്ന JDU-വിന്റെ നിയമസഭാ കക്ഷിയോഗം ഏറെ നിർണായകമാണ്. കാരണം ബീഹാറിന്റെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുന്ന ഒരു യോഗം കൂടിയായിരിക്കും ഇന്ന് പാട്നയിൽ ഉണ്ടാവുക. കാരണം ഇന്നലെ ചേർന്ന യോഗത്തിൽ JDയിലെ 12 MLA-മാർ ഉണ്ടായിരുന്നില്ല, പങ്കെടുത്തിരുന്നില്ല. അപ്പോൾ ആ ഒരു സാഹചര്യം JDU-വിന് മുൻപിലുണ്ട്. പൊതുവെ RJD അവകാശപ്പെടുന്നത് JDU-ലെ 10ഓളം MLA-മാർ അവർക്കൊപ്പമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സർക്കാരിനെ തകർക്കുവാൻ കഴിയില്ല എന്നൊരു അവകാശവാദം RJD മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു ഘട്ടത്തിൽ കൂടി ഇന്ന് ചേരുന്ന JDU യോഗം നിർണായകമാണ്. അത്തരം ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നതെങ്കിൽ ഈ മന്ത്രിമാരെ പിരിച്ചുവിട്ടുകൊണ്ട് സ്പീക്കർക്കെതിരെ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള നീക്കങ്ങളാണ് നിതീഷ് കുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. അതിനായിട്ടുള്ള പിന്തുണ കത്ത് വരെ BJP തയ്യാറാക്കിയതിനുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. ഇന്നലെ അമിത്ഷായും നരേന്ദ്രമോദിയും നിതീഷ് കുമാറുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും ചില JDU വൃത്തങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള കരുനീക്കങ്ങളാണ് ഈ ബീഹാർ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചും ഏറെ നിർണായകമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ്. കാരണം ഇന്നലെ ചേരാനിരുന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ ആകെ 5 MLA-മാർ മാത്രമാണ് പങ്കെടുത്തിരുന്നത്. അപ്പോൾ ഏതൊക്കെ പാളയത്തിലേക്ക് മാറും എന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ്
ഇന്ന് JDUവിന്റെ നിർണായക യോഗം ചേരുന്നത്. ശരി, എന്നാലും ആ ഒരു പൊളിറ്റിക്കൽ സസ്പെൻസ് ബീഹാറിൽ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നാണ് ആർ അച്യുതൻ നൽകുന്ന ഏറ്റവും പുതിയ വിവരം. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ DMK സഖ്യത്തിലെ സീറ്റ് വിഭജന ചർച്ച ഇന്ന് ആരംഭിക്കും. കോൺഗ്രസുമായുള്ള ചർച്ച ഇന്ന് വൈകിട്ട് 3 മണിക്ക് DMK ആസ്ഥാനമായ അണ്ണ അറിവാലയത്തിൽ നടക്കും. സീറ്റ് വിഭജന ചർച്ചകൾക്കായി DMK പ്രത്യേക സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട്. TR ബാലു MP ആണ് സമിതിയുടെ അധ്യക്ഷൻ. AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കിന്റെ നേതൃത്വത്തിലാണ് മുതിർന്ന നേതാക്കൾ അടങ്ങുന്ന കോൺഗ്രസ് സംഘം ചർച്ചയ്ക്കെത്തുക. തമിഴ്നാട്ടിൽ 9 സീറ്റുകളിലാണ് കഴിഞ്ഞ തവണ കോൺഗ്രസ് മത്സരിച്ചത്. ഇത്തവണ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുമെന്ന് കോൺഗ്രസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ 9 സീറ്റിൽ കൂടുതൽ നൽകാൻ സാധിക്കില്ല എന്ന നിലപാടിലാണ് DMK. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ഇന്ന് പുനരാരംഭിക്കും. പശ്ചിമബംഗാളിലെ ജയ്പാൽഗുരി ജില്ലയിൽ നിന്നാണ് 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം യാത്ര വീണ്ടും തുടങ്ങുക. സിലിഗുരി ജില്ലയിലെ പൊതുയോഗത്തിന് പോലീസ് ഇതുവരെ അനുമതി നൽകിയിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. പോലീസ് റിക്രൂട്ട്മെന്റ് പരീക്ഷ നടക്കുന്നതിനാണ് അനുമതി നൽകാത്തതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. ബംഗാളിൽ കോൺഗ്രസുമായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രഖ്യാപിച്ചിരുന്നു. റാലിക്കിടെ രാഹുലിനെ കാണാൻ മുഖ്യമന്ത്രി മമതാ ബാനർജി തയ്യാറാണെങ്കിലും ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് തൃണമൂൽ നേതൃത്വം അറിയിച്ചത്. പ്രഭാത വാർത്ത തുടരുന്നു. അടുത്ത വാർത്തയിലേക്ക്. CPIM പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾ ഇന്നു മുതൽ തിരുവനന്തപുരത്ത് ചേരും. വിളപ്പിൽശാലയിലെ EMS അക്കാഡമിയിലാണ് യോഗം. ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് പ്രധാന അജണ്ട. കേരളത്തിൽ പരമാവധി സീറ്റുകൾ വിജയിക്കാൻ വേണ്ട തന്ത്രങ്ങൾ യോഗം ചർച്ച ചെയ്യും. ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും യോഗം വിലയിരുത്തും. MG പ്രതീഷ് നൽകും തിരുവനന്തപുരത്തും വിവരങ്ങൾ. പ്രതീഷ്, എപ്പോഴാണ് യോഗം ഇന്ന് തുടങ്ങുക? ഒപ്പം എല്ലാ പ്രധാനപ്പെട്ട CPIM നേതാക്കളും യോഗത്തിന് നേരിട്ടെത്തുമോ? പ്രജിൻ, ഇന്ന് രാവിലെ 10 മണിക്കാണ് യോഗം ആരംഭിക്കുന്നത്. പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളാണ് 3 ദിവസങ്ങളിലായി തിരുവനന്തപുരത്ത് നടക്കുന്നത്. പ്രധാനമായും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് ഈ യോഗം. കൂടുതൽ സീറ്റുകൾ നേടുക എന്നതായിരിക്കും പ്രധാനമായും ഈ യോഗത്തിൽ ചർച്ചയാവുക. ഒപ്പം മറ്റ് വിഷയങ്ങളടക്കം യോഗം ചർച്ച ചെയ്യും. കാരണം ഈ ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യാൻ യോഗത്തിൽ അജണ്ടയിലുണ്ട്. കാരണം നിലവിൽ ഇപ്പോൾ CPIM സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഇന്ത്യ മുന്നണിക്ക് പുറത്തു നിൽക്കുക എന്നതാണ്. ഇക്കാര്യത്തിലടക്കം ഏതെങ്കിലും തരത്തിൽ മാറ്റങ്ങൾ ഉൾപ്പെടെ വേണമോ എന്നതാണ് പ്രധാനമായും ഈ യോഗം പരിശോധിക്കുന്നത്. ഒപ്പം കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, മറ്റ് ഉയർന്ന വിവാദങ്ങൾ അടക്കം ഈ യോഗം ചർച്ച ചെയ്യുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇന്നലെയോടുകൂടി തന്നെ ഈ കേന്ദ്ര കമ്മിറ്റി നേതാക്കൾ, അംഗങ്ങൾ അടക്കം തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. 3 ദിവസങ്ങളിലായി നടക്കുന്ന യോഗത്തിൽ ഈ പ്രധാനമായും ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും ചർച്ചയാവുക. ഏറ്റവും കൂടുതൽ ഈ വിജയ ശതമാനം ഉള്ള സീറ്റുകളിലടക്കം കൂടുതൽ ശ്രദ്ധ വേണമെന്ന നിർദ്ദേശം യോഗത്തിൽ മുന്നോട്ട് വരും. സ്ഥാനാർത്ഥി നിർണയം അടക്കം ചർച്ച ചെയ്യുമോ എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തതയില്ല. എന്നാൽ അതേസമയം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ, ഇവിടെ വിജയസാധ്യതയുള്ള ഈ സ്ഥാനാർത്ഥികളടക്കം യോഗം പരിശോധിക്കും. അതിനുശേഷമായിരിക്കും ഈ മറ്റ് തുടർ നടപടികളിലേക്കും പാർട്ടി കടക്കുക. MG പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. വിവാദ ഫേസ്ബുക്ക് പോസ്റ്റിൽ തൃശൂർ MLA P ബാലചന്ദ്രനോട് വിശദീകരണം തേടി CPI. ശ്രീരാമനെ കുറിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലാണ് CPI ജില്ലാ കൗൺസിൽ വിശദീകരണം തേടിയത്. ഈ മാസം 31 ചേർന്ന CPI ജില്ലാ എക്സിക്യൂട്ടീവിൽ നേരിട്ടെത്തി വിശദീകരണം നൽകാനാണ് നിർദ്ദേശം. മറുപടി ചർച്ച ചെയ്ത ശേഷം ബാലചന്ദ്രനെതിരെ നടപടി വേണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. പോസ്റ്റ് പിൻവലിച്ച് MLA ഖേദം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിവാദം തിരിച്ചടിയാകുമെന്ന നിലയിലാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിട്ടും സമസ്തയുമായുള്ള ഭിന്നത അവസാനിപ്പിക്കാനാകാതെ മുസ്ലിം ലീഗ്. പാർട്ടി നേതൃത്വത്തിനെതിരെ കലാപക്കൊടി ഉയർത്തിയ സമസ്തയിലെ യുവനിരയുടെ നീക്കങ്ങളാണ് മുസ്ലിം ലീഗിന് തലവേദനയാകുന്നത്. പ്രശ്നം രമ്യമായി പരിഹരിച്ചില്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടു ചോർച്ച ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് ലീഗ് നേതൃത്വം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ സമീപകാലത്തൊന്നും കടന്നുപോകാത്ത വലിയ പ്രതിസന്ധിയിലൂടെയാണ് മുസ്ലിം ലീഗ് കടന്നുപോകുന്നത്. സമസ്തയുമായുള്ള തുടർച്ചയായ പ്രശ്നങ്ങളാണ് ലീഗിന് തലവേദന. ലീഗിനത്ര സ്വീകാര്യനല്ലാത്ത മൊയ്ൻ അലി ശിഹാബ് തങ്ങളെ SKSSF നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാനുള്ള ആലോചനകൾ സംസ്ഥയിൽ സജീവമാണ്. അടുത്ത മാസം കോഴിക്കോട്ടാണ് സംഘടനയുടെ സമ്മേളനം. മൊയ്ൻ അലി തങ്ങൾക്കു നേരെയുണ്ടായ ഭീഷണിയെ സമസ്ത ഗൗരവത്തിലാണ് കണ്ടത്. എന്നാൽ സമസ്ത വിഷയം ഏറ്റെടുത്തതോടെയാണ് ലീഗ് നേതാക്കൾ ഇക്കാര്യത്തിൽ പ്രതികരിച്ചത്. ഉറച്ച വോട്ട് ബാങ്കായ സംസ്ഥയുമായുള്ള ഇടച്ചിൽ
എത്രത്തോളം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ ലീഗിനകത്ത് ആശയക്കുഴപ്പമുണ്ട്. എന്നാൽ രാഷ്ട്രീയമായി അപകടമുണ്ടായാലും സംസ്ഥയിലെ പാർട്ടി വിരുദ്ധർക്ക് കീഴടങ്ങേണ്ടെന്ന ഉറച്ച നിലപാടിലാണ് ലീഗ് നേതൃത്വം. 24 കോഴിക്കോട്. LP UP അധ്യാപക യോഗ്യതയ്ക്കായുള്ള കേട്ടറ്റ് പരീക്ഷാ ഫലം വൈകുന്നതായി ആക്ഷേപം. ഇതേ തുടർന്ന് PSC പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനാകുന്നില്ലെന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. ഈ മാസം 31-നാണ് അപേക്ഷ നൽകേണ്ട അവസാന തീയതി. B.Ed കഴിഞ്ഞ വിദ്യാർത്ഥികൾ അധ്യാപക യോഗ്യതയ്ക്കായുള്ള കേട്ടറ്റ് ഫലത്തിനായി കാത്തിരിക്കുകയാണ്. ഡിസംബർ 29, 30 തീയതികളിലാണ് പരീക്ഷ നടന്നത്. എന്നാൽ LP UP അധ്യാപക പോസ്റ്റിലേക്ക് അപേക്ഷ നൽകാൻ PSC നിശ്ചയിച്ച അവസാന തീയതി ഈ മാസം 31-ആണ്. പരീക്ഷാഫലം വൈകിയാൽ അത് ഈ ഉദ്യോഗാർത്ഥികൾക്ക് തിരിച്ചടിയാണ്. LP UP PSC അപേക്ഷിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അങ്ങനെ അപേക്ഷിക്കാൻ നമുക്ക് പറ്റില്ല. കാറ്ററ്റ് കിട്ടാതെ നമുക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. ഈ 30-ാം ഉള്ളിൽ തന്നെ റിസൾട്ട് വന്നാൽ നമുക്ക് സാധാരണ എല്ലാവർക്കും കൊടുക്കണമായിരിക്കും, നമുക്കും PSCക്ക് കൊടുക്കാം. പക്ഷെ ഇതുവരെ അങ്ങനെ വരാത്ത പക്ഷേ നമുക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത അവസ്ഥയായി മാറുകയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ വർഷത്തെ പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതേ തസ്തികയിലേക്കുള്ള PSC വിജ്ഞാപനത്തിനായി വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. 24 മലപ്പുറം. 2018-ലെ പ്രളയത്തിൽ വീടും സ്ഥലവും താമസയോഗ്യം അല്ലാതായതോടെ വാടക വീട്ടിൽ കഴിയുകയാണ് മലപ്പുറം നിലമ്പൂർ പാത്രകുണ്ട് സ്വദേശി സാജു തോമസ്. പ്രളയത്തിൽ 85 സെന്റ് സ്ഥലമാണ് വാസയോഗ്യമല്ലാതായത്. നവകേരള സദസ്സിൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല എന്നാണ് പരാതി. 59 പേരുടെ മരണത്തിനിടയാക്കിയ കവളപ്പാറ ദുരന്തം നമ്മൾ ആരും മറന്നിട്ടില്ല. കവളപ്പാറക്കടുത്ത് പാത്രക്കുണ്ടിലാണ് സാജു തോമസ് താമസിച്ചിരുന്നത്. ഉരുൾപൊട്ടലിൽ കുന്നിനു മുകളിൽ നിന്ന മരവും കല്ലുകളും ഒലിച്ചു വന്ന സാജു തോമസിന്റെ വീടും കൃഷിയിടവും ഉൾപ്പെടുന്ന 85 സെന്റ് സ്ഥലം വാസയോഗ്യമല്ലാതായി. അന്ന് തുടങ്ങിയതാണ് വാടക വീട്ടിലെ ഈ താമസം. ഇപ്പോഴും തുടരുന്നു. സർക്കാരിൽ നിന്ന് ആകെ ലഭിച്ചത് 60,000 രൂപ മാത്രം. വില്ലേജ് ഓഫീസ് മുതൽ നവകേരള സദസ് വരെ പരാതി നൽകി. ഞാനിപ്പോൾ മുഖ്യമന്ത്രിക്ക് കൊടുത്തു, റവന്യൂ മന്ത്രിക്ക് കൊടുത്തു, MLAക്ക് കൊടുത്തു, MLAക്ക് കൊടുത്തു. അതിന്റെ പുറത്ത് വീണ്ടും MLA ഓഫീസിൽ നിന്ന് എനിക്ക് അവരുടെ ലെറ്ററോട് കൂടി, അവരുടെ റെക്കമെൻഡ് ലെറ്ററോട് കൂടിയാണ് റവന്യൂ മന്ത്രിക്ക് കൊടുത്തിരുന്നത്. അതിന്റെ ഒന്നും റിപ്പോർട്ടുകൾ ശരിയായിട്ട് നമുക്ക് കിട്ടുന്നില്ല. ലാസ്റ്റ് ഇപ്പം നവകേരളയിൽ കൊടുത്തു. നവകേരളയിൽ കൊടുത്തിട്ട് ഇപ്പോൾ 2 മാസം ആവുന്നു. സ്ഥലം വാസയോഗ്യമല്ലെന്ന് തഹസിൽദാരുടെ റിപ്പോർട്ടുണ്ടെങ്കിലും ശക്തമായ മഴ ഉള്ളപ്പോൾ മാറ്റിപ്പാർപ്പിക്കണമെന്ന ദുരന്ത നിവാരണ സമിതിയുടെ റിപ്പോർട്ടാണ് വിനയായത്. വില്ലേജ് ഓഫീസർ ചെയ്തിട്ടുണ്ട്, പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ പറഞ്ഞിരിക്കുന്നത് അവിടുന്ന് താമസയോഗ്യമല്ല എന്നുള്ളതാണ്. എനിക്ക് പുനരധിവാസമാണ് എന്റെ ആവശ്യം. എനിക്കൊരു വീടും സ്ഥലമാണ് എനിക്ക് ആവശ്യം. അതല്ലാതെ നമുക്ക് ഇനി എന്നെ കണ്ട ഒരു വീടോ സ്ഥലമോ ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. 3 പെൺമക്കളുടെ പിതാവായ സാജു തോമസും ഭാര്യയും ഒറ്റക്കാണ് താമസം. സ്വന്തമായി വീട് വെക്കാനുള്ള സാമ്പത്തിക ശേഷിയും ഈ പാവത്തിനില്ല. 24 മലപ്പുറം. തിരികെ വീണ്ടും വാർത്തകളിലേക്ക്. ചെങ്ങന്നൂർ പാണ്ടനാട്ടിൽ പാടശേഖരങ്ങൾ കൃഷിക്കൊരുങ്ങിയാൽ പാണ്ടനാട് കൃഷ്ണപ്രിയ ബാലാശ്രമത്തിലെ അന്തേവാസികൾക്ക് നിരവധി കുടുംബങ്ങൾക്കും ആധിയാണ്. കൃഷിക്കായി വെള്ളം പമ്പ് ചെയ്യുന്നതോടെ ഇവരുടെ പാർപ്പിടങ്ങൾ വെള്ളത്തിലാകുമെന്നതാണ് കാരണം. ജലസേചന പദ്ധതിയുമായി ബന്ധപ്പെട്ട കനാലിന് താങ്ങാവുന്നതിലും അധികം വെള്ളം തുറന്നുവിടുന്നതാണ് പ്രശ്നം. വർഷങ്ങളായി ഇവരുടെ ഈ ദുരവസ്ഥ തുടങ്ങിയിട്ട് കനാലിന്റെ ശേഷിയേക്കാൾ കൂടുതൽ വെള്ളം തുറന്നുവിടുന്നതാണ് ജലം പുറത്തേക്കൊഴുകാൻ കാരണം. പ്രശ്നപരിഹാരത്തിന് മുഖ്യമന്ത്രി, ജലസേചന മന്ത്രി, ആരോഗ്യമന്ത്രി, MLA, കളക്ടർ, ബാലാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർക്ക് നിരവധി തവണ പരാതി നൽകിയെങ്കിലും ഒരു നടപടിയുമായില്ല. തുടർന്ന് ബാലാശ്രമം അധികൃതർ പ്രശ്നം പരിഹരിക്കാൻ തടയണ നിർമ്മിച്ച് സമീപത്തെ പുരയിടത്തിലേക്ക് വെള്ളം ഒഴുക്കിവിടാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഇതിനു മുകളിലൂടെ വെള്ളം ഒഴുകിയെത്തി ബാലാശ്രമത്തിന്റെ വളപ്പിലും ഭക്ഷണശാലയിലും വെള്ളമെത്തി. കിണറ്റിലും വെള്ളം കലർന്നു. മലിനമായ ജലം കിണർ വെള്ളത്തിൽ കലരുന്നത് മൂലം അന്തേവാസികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. കുട്ടികൾ ആഹാരം കഴിക്കുകയും പഠനത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഹാളിലും ഒക്കെ വെള്ളം കയറി കിണറ്റിലെ വെള്ളം പൂർണ്ണമായിട്ടും മലിനമാവുകയാണ്. ഞങ്ങൾ ദിവസവും ബ്ലീച്ചിങ് പൗഡർ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടാതെ ഫിൽറ്ററൊക്കെ വെച്ചേക്കുന്നതുകൊണ്ടാണ് കുട്ടികൾ എന്നിട്ട് തന്നെ കുട്ടികൾക്ക് സ്ഥിരമായിട്ട് രോഗം ഒഴിയാത്തൊരവസ്ഥയാണ്. ഇതിന് അത്യാവശ്യമായിട്ട് എത്രയും വേഗം എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ബാലാശ്രമത്തിൽ 20 കുട്ടികളും 6 ജീവനക്കാരുമുണ്ട്. വെള്ളമിറങ്ങുന്നതോടെ ബാലാശ്രമവും പരിസരവും ശുചീകരിച്ചാലും അടുത്ത ദിവസവും ഇതേ അവസ്ഥ തുടരും. പമ്പ് ചെയ്യുന്ന വെള്ളത്തിന്റെ അളവ് നിയന്ത്രിച്ചും വേണ്ട സ്ഥലങ്ങളിൽ കനാലിന്റെ ഉയരം കൂട്ടിയും പ്രശ്നം പരിഹരിക്കാമെന്നിരിക്കെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഫണ്ടില്ലെന്ന വിചിത്രവാദമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. 24 ആലപ്പുഴ.
കോതമംഗലം പുന്നേക്കാട് ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിലെ ആന വാച്ചർമാർക്ക് ശമ്പളം മുടങ്ങിയിട്ട് 6 മാസമായി. ജീവൻ പണയം വെച്ചും വനാതിർത്തികളിൽ കാവൽ നിൽക്കുന്ന 6 പേർക്കാണ് ശമ്പളം പോലുമില്ലാത്ത ദുരവസ്ഥ. കാട്ടാനകൾ പുന്നേക്കാടുള്ളവരുടെ ഉറക്കം കെടുത്താൻ തുടങ്ങിയിട്ട് 5 വർഷമായി. പരാതി കൂടിയതോടെയാണ് പുന്നേക്കാട് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിന് കീഴിൽ 6 താൽക്കാലിക വാച്ചർമാരെ നിയമിച്ചത്. ആദ്യമൊക്കെ കൃത്യമായി ശമ്പളം കിട്ടി, പിന്നീട് അതിലും കുറവ് വരുത്തി. ആ പണമാണിപ്പോൾ 6 മാസമായി കിട്ടാതായിട്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ ഏകദേശം 6 മാസത്തോളം ജോലി ചെയ്തിട്ട് 1 മാസം 7 ദിവസത്തെ വേതനം വീതം തന്ന് ഞങ്ങളെ ഒഴിവാക്കുകയുണ്ടായി. അതിനുശേഷം ഇപ്പോൾ 6 മാസമായിട്ടും ഞങ്ങൾക്ക് ശമ്പളം കിട്ടുന്നില്ല. ഞങ്ങളുടെ ഉദ്യോഗസ്ഥരോട് ഞങ്ങൾ ചോദിക്കുമ്പോൾ അത് ഇന്ന് ശരിയാകും, നാളെ ശരിയാകും, അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ കിട്ടും എന്ന് പറയുകയല്ലാതെ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല. പെരിയാർ കടന്നെത്തുന്ന ആനകളെ തുരത്താൻ വാച്ചർമാർ വനാതിർത്തികളിൽ സദാ ജാഗരൂകരാണ്. ആനകൾ ചിലപ്പോൾ ദിവസങ്ങളോളം ജനവാസ മേഖലകളിൽ തമ്പടിക്കാറുണ്ട്. ഇവയെ വനപാലകരുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ തിരികെ കാട്ടിലേക്ക് കയറ്റിവിടുന്നതുവരെ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ആനവാച്ചർമാർ ജോലി ചെയ്യേണ്ടി വരും. രാത്രി കാലങ്ങളിൽ ആനവാച്ചേഴ്സാണ് സത്യത്തിൽ അതിർത്തി കാക്കുന്ന ജവാന്മാരെ പോലെ ഈ രാത്രി കാലങ്ങളിൽ ആനകളെ ഉറക്കമളച്ച് നാട്ടുകാരുടെ കൂടി സഹകരണത്തോടു കൂടി ഈ ആനകളൊക്കെ ജനവാസ മേഖലയിലേക്ക് വരാതിരിക്കുവാനായിട്ട് ഏറ്റവും കൂടുതൽ മുൻകൈ എടുക്കുന്നത്. പക്ഷേ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം, അവർക്ക് ഇതുവരെ ശമ്പളം കൊടുക്കുവാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം. വനം വകുപ്പ് അവഗണന തുടർന്നാൽ സമരത്തിലേക്ക് കടക്കാനാണ് വാച്ചർമാരുടെ തീരുമാനം. 24 കൊച്ചി. കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന പ്രഥമ സാർവദേശീയ സാഹിത്യോത്സവത്തിന് ഇന്ന് തുടക്കമാകും. വൈകിട്ട് പ്രധാന വേദിയായ പ്രകൃതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാഹിത്യോത്സവം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. 7 ദിനരാത്രങ്ങൾ ഇനി തൃശൂർ സാഹിത്യോത്സവത്തിലലിയും. ചൂടേറിയ ചർച്ചകൾക്കും സംവാദങ്ങൾക്കുമായി വേദികൾ ഒരുങ്ങിക്കഴിഞ്ഞു. പ്രകൃതി, മൊഴി, പൊരുൾ, അറിവ് എന്നീ വേദികളിലായി ഫെബ്രുവരി 3 വരെ നടക്കുന്ന സാഹിത്യോത്സവത്തിൽ രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി 500ഓളം എഴുത്തുകാരും ചിന്തകരും പങ്കെടുക്കും. 6 ദിവസം തുടർച്ചയായി 107 സെഷനുകളുള്ള ഒരു വളരെ ബൃഹത്തായ ഒരു പരിപാടിയാണിത്. അതിൽ പ്രഭാഷണങ്ങൾ, സംഭാഷണങ്ങൾ, സംവാദങ്ങൾ, ഇതുപോലെയുള്ള സെമിനാറുകൾ, വായനകൾ, അതുപോലെയുള്ള അനേകം പരിപാടികൾ നടപ്പിലാക്കുന്നതാണ്. വൈകുന്നേരം 4:30 ബഷീറിന്റെ പേരിലുള്ള പ്രധാന വേദിയായ പ്രകൃതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യും. സാറാ ജോസഫ് പതാക ഉയർത്തും. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുക്കും. 24 തൃശൂർ. സുപ്രീം കോടതിയുടെ വജ്ര ജൂബിലി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ 11 മണിക്ക് പരിപാടി ഉദ്ഘാടനം ചെയ്യും. സുപ്രീം കോടതി റിപ്പോർട്ടുകൾ, ഡിജിറ്റൽ കോടതികൾ, വെബ്സൈറ്റ് എന്നിവ ഉൾപ്പെടുന്ന കേന്ദ്രീകൃത വിവര സാങ്കേതിക സംരംഭം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. ഇംഗ്ലീഷിലും ഹിന്ദിയിലും വിവരങ്ങൾ ലഭ്യമാകുന്ന രീതിയിലാണ് പുതിയ വെബ്സൈറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഗസയിലെ UN അഭയാർത്ഥി ഏജൻസിയായ UNRWAക്കെതിരെ ഇസ്രയേൽ രംഗത്ത്. ഏജൻസിക്ക് ISയുമായി ബന്ധമുണ്ടെന്ന് ഇസ്രയേൽ ആരോപിച്ചു. ഗസയിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ നിന്ന് ഏജൻസിയെ നീക്കം ചെയ്യണമെന്നും ഇസ്രയേൽ ആവശ്യപ്പെട്ടു. UNRWA മേധാവി ഫിലിപ്പ് ലസാരിനെ രാജിവെക്കണമെന്നും ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ആവശ്യപ്പെട്ടു. തൊട്ടുപിന്നാലെ ഏജൻസിക്ക് നൽകി വന്നിരുന്ന ഫണ്ട് 9 രാജ്യങ്ങൾ നിർത്തിവെച്ചു. അമേരിക്ക, ഓസ്ട്രേലിയ, കാനഡ, ബ്രിട്ടൻ, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളാണ് ഫണ്ട് നിർത്തിയത്. ഈ രാജ്യങ്ങളിൽ നിന്നും ഏജൻസിയുടെ ഭാഗമായിട്ടുള്ള ചിലർക്ക് ഒക്ടോബർ 7 ഹമാസ് ആക്രമണവുമായി ബന്ധമുണ്ടെന്നും ഇസ്രയേൽ ആരോപിച്ചു. ഫണ്ട് നിർത്തിവെക്കാനുള്ള തീരുമാനം ഞെട്ടിപ്പിക്കുന്നതാണെന്ന് UN പ്രതികരിച്ചു. അതിനിടെ ഗസയിൽ 24 മണിക്കൂറിനിടെ 174 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഹൈദരാബാദ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന്റെ ചെറുത്തുനിൽപ്പ് 3ാം ദിനമായി ഇന്ന് ഇന്ത്യക്കെതിരെ ലീഡ് ഉയർത്താനാകും ഇംഗ്ലണ്ടിന്റെ ലക്ഷ്യം. 4 വിക്കറ്റ് ശേഷിക്കെ 126 റൺസിന്റെ ലീഡാണ് ഇംഗ്ലണ്ടിനുള്ളത്. 148 റൺസുമായി ഓലി പോപ്പും 16 റൺസ് എടുത്ത റെഹാൻ അഹമ്മദുമാണ് ക്രീസിലുള്ളത്. 3ാം ദിനം പിച്ച് സ്പിന്നർമാരെ കൂടുതൽ സഹായിക്കുമെന്നാണ് വിദഗ്ധരുടെ നിരീക്ഷണം.
ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന് ഇറ്റാലിയൻ താരം യാനിക് സിന്നർ റഷ്യയുടെ ഡാനിൽ മെദ്വദേവിനെ നേരിടും. ലോക 1 നമ്പർ താരം നൊവാക് ജോക്കോവിച്ചിനെ തോൽപ്പിച്ചാണ് യാനിക് സിന്നർ ഫൈനലിൽ പ്രവേശിച്ചത്. ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ തോൽപ്പിച്ചാണ് ഡാനിൽ മെദ്വദേവ് ഫൈനലിലെത്തിയത്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഫൈനൽ. പ്രഭാത വാർത്ത പൂർത്തിയാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.